ഇനി വാർത്തകളിലേക്ക്. പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. PTP നഗറിലെ റവന്യൂ വകുപ്പ് ഓഫീസിൽ പരിശീലന പരിപാടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, എങ്ങനെയാണ് അന്ത്യം? ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? എൽദോ, ഇത്തരത്തിലൊരു ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം നേരിട്ടിരുന്നു. ഇത്തരത്തിലൊരു റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ആ സമയത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ശാസ്തമംഗലത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും പക്ഷേ ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ തന്നെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. പ്രായാധികം മൂലമുള്ള ബുദ്ധിമുട്ടുകളും മറ്റും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം MN സ്മാരകത്തിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ ആശുപത്രിയിൽ മറ്റ് MM മണി അടക്കമുള്ള മറ്റ് പ്രമുഖ നേതാക്കളടക്കം അദ്ദേഹത്തിനെ അവിടെ വന്ന് സന്ദർശിച്ചതിന് ശേഷം അവിടെ നിന്നും ഒരു അരമണിക്കൂർ മുൻപ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ MN സ്മാരകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പൊതുദർശനം ഇന്ന് രാത്രി തന്നെ അവസാനിപ്പിച്ച് രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ നിന്നും സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിലൊരു അവിചാരിതമായിട്ടുള്ള ഒരു മരണമായിരുന്നു. അതായത് ഇത്തരത്തിലൊരു അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പരിശീലന പരിപാടിയായിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴകത്ത് പോരാട്ടം DMK-യും TVK-യും തമ്മിലാണെന്ന് വിജയ്. DMK രാഷ്ട്രീയ ശത്രുവെന്നും BJP പ്രത്യയശാസ്ത്രപരമായ ശത്രുവാണെന്നും TVK-യുടെ മധുര സമ്മേളനത്തിൽ വിജയ് പറഞ്ഞു. ADMK-യും ലക്ഷ്യം വെച്ചായിരുന്നു ഇക്കുറി വിജയുടെ പ്രസംഗം. MGR-നെയും വിജയകാന്തിനെയും ഓർമ്മിപ്പിച്ചായിരുന്നു ലക്ഷ്യങ്ങളെ അണിനിരത്തിയ മധുര സമ്മേളനത്തിൽ വിജയുടെ വാക്കുകൾ. ஏதோ அண்டர் கிரவுண்ட் ஆதாயத்துக்காக டீல் போட்டுக்கிட்டு டீல் பேசிக்கிட்டு இந்த அலையன்ஸ் வச்சுக்கிட்டு இந்த ஊரை ஏமாத்துற கட்சி எல்லாம் நம்ம TVK கிடையாதுங்க. யாருக்காகவும் எதுக்காகவும் எந்த பயமும் கிடையாது. நம்ம தலைமையில நாம் அமைக்க போற இந்த உண்மையான மக்களாட்சிக்கான அச்சாரமாக மாபெரும் மக்கள் சக்தியை அணி அணியாக நம்மளோட திரண்டு நிக்கிறப்போ இந்த அடிமை கூட்டணியில சேர வேண்டிய அவசியம் நமக்கு இருக்குங்க. நம்மளோட இந்த கூட்டணி சுயமிழந்த கூட்டணியெல்லாம் இருக்காது, சுய மரியாதை கூட்டணியா தான் இருக்கும். இந்த ஒரு பக்கம் RSS கிட்ட அடிபணிஞ்சுக்கிட்டு இன்னொரு பக்கம் மதச்சார்பற்ற கூட்டணின்னு இந்த மக்களை ஏமாத்துற கூட்டணியெல்லாம் நம்ம கூட்டணி இருக்காது. 2026ல 2 பேருக்கு நடுவுல தான் போட்டியே. ஒன்னு TVK, இன்னொன்னு DMK. MGR அவர்கள் ஆரம்பிச்ச அந்த கட்சியை கட்டி காக்கிறது யாரு? இன்னைக்கு அந்த கட்சி எப்படி இருக்குது அதை நான் சொல்லிதான் உங்களுக்கு தெரியணுமா? அப்பாவி தொண்டர்கள் அதை வெளியில சொல்ல முடியாம வேதனையில தவிக்கிறாங்க. 2026ல சட்டமன்ற தேர்தலில் யாருக்கு ஓட்டு போடணும், எப்படிப்பட்ட ஆட்சி இங்க அமையணும்னு அந்த அப்பழுக்கற்ற அந்த தொண்டர்களுக்கும் ரொம்ப நல்லாவே தெரியும். அதனால என்ன வேஷம் போட்டுக்கிட்டு பாஜக இங்க தமிழ்நாட்டுக்குள்ள வந்தாலும் அவங்க வித்தை எல்லாம் இங்க வேலைக்கே ஆகாது. ஒட்டுமொத்தமா எல்லாருமா சேர்ந்து இந்த திமுக ஆட்சிய, கபட நாடக திமுக ஆட்சிய 2026 தேர்தலில் வீட்டுக்கு அனுப்புறோம். VR കാർത്തിക് നൽകും വിവരങ്ങൾ. കാർത്തിക്, ചില്ലറ പാർട്ടിയല്ല TVK എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ ജനസാഗരം. എന്തൊക്കെയാണ് പ്രധാനമായും ഈ സമ്മേളനത്തിൽ വിജയ് ഉദ്ദേശിച്ചത്? 1,00,000-ലധികം പേരെ അണിനിരത്തിയായിരുന്നു വിജയുടെ മധുര പാരപ്പട്ടി റാലിയിലെ പ്രസംഗം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യ സംസ്ഥാന സമ്മേളനത്തിലോ പോലെ തന്നെ രണ്ടാമത്തെ സംസ്ഥാന സമ്മേളനത്തിലും പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായി. ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ DMK-യും BJP-യും ലക്ഷ്യമിട്ടായിരുന്നു വിജയ് പ്രസംഗിച്ചത്. 234 സീറ്റുകളിലും മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ന് AIDMK കൂടി ലക്ഷ്യം വെച്ച് വിജയ് സംസാരിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരത്തിൽ NDA-യുടെ ഒരു രാഷ്ട്രീയ നീക്കം നടന്നിരുന്നു. NDA-യും AIDMK NDA-യിൽ ലയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇത്തരത്തിൽ അവരുമായി സഖ്യത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ നടന്ന ഈ റാലിയിൽ MGR-ന്റെ ആദർശങ്ങളിൽ നിന്നും AIDMK വ്യതിചലിച്ചു എന്നതടക്കമുള്ള ഗുരുതര വിമർശനങ്ങളാണ് വിജയ് ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, വിജയ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനയും ഇന്ന് അദ്ദേഹം നൽകി. മധുര ഈസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കും എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. എല്ലാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയായി തന്നെ കാണണം, അതായത് നിങ്ങളുടെ വീട്ടിലെ ഒരാളായി എന്നെ കാണണം, ആ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് ചിന്തിച്ച് വേണം 2026 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എന്നാണ് വിജയ് പ്രഖ്യാപിച്ചത്. മറ്റൊന്ന്, നിലവിൽ പ്രതിപക്ഷ സ്ഥാനത്ത് AIDMK ആണ്. എന്നാൽ ഈ
പ്രസംഗത്തിലൂടെയും വിജയ് പറഞ്ഞു വെക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴകത്തെ രാഷ്ട്രീയ പോരാട്ടം DMK TV മാത്രമായി ചുരുങ്ങുമെന്നുള്ളതാണ്. അതാണ് വിജയ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ജനസാഗരമായിരുന്നു മധുരയിൽ. VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്.